സ്വഭാവം എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. എൻ്റെ ഓവർ തിങ്കിങ് എനിക്കുണ്ട്, സെയിം പിച്ച്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ മറ്റേ മഞ്ഞുമൽ ബോയ്സ് മൂവിയുടെ സംഭവം ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേക്കും വെറുതെ റോട്ടിൽ കൂടെ നടന്നുമ്പോൾ വല്ല കുഴിയിലേക്ക് വീണിട്ട് എൻ്റെ ഈശ്വര അതിൻ്റെ ഉള്ളിൽ നിന്ന് ആര് പൊക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് വെറുതെ ഇന്ന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം. ആ ഓവർ തിങ്കിങ് മാറ്റിങ്ങ് ലൈഫ് കുറച്ചും കൂടി ഈസി ആവുമെന്ന് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, ഇവന് അവരത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, അങ്ങനെ ഡബിൾ ടിക്ക് വരാൻ നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കണ്ടിട്ട് അത് അവോയ്ഡ് ചെയ്യാണോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ആളുകളുടെ. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ടാവില്ല. എനിക്ക് ക്ലോസ് ആയിട്ട് പിന്നെ അങ്ങനെ തോന്നില്ലല്ലോ. അപ്പൊ പറയൂ, ഡബിൾ ടിക്ക് വന്നില്ലല്ലോ എന്ന് തോന്നാറില്ല. ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ആളുകളോട് ഓൾറെഡി ഞാൻ എന്താണ് ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. അപ്പൊ വിളി മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ വിളിക്കാറില്ല. ഞാൻ അങ്ങനെ ഞാൻ തിരക്കുള്ള ഒരാളാണ് സത്യത്തില്. മനസ്സിലായോ? ഇത്രയും പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അപ്പൊ എനിക്ക് അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം വിളിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുന്ന ഒരാൾ. ഞാൻ ഓവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം അതിലൂടെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് നല്ല രീതിയിൽ ആണോ അല്ലേ അങ്ങനെ പോകുന്ന ഒരു വ്യക്തി. ആർക്കും ഒരു ശല്യത്തിനായിട്ട് പോകാം, പക്ഷെ എല്ലാവരും ലാസ്റ്റ് ശല്യമാക്കി മാറ്റും. അതാണ് ചിലരുടെ തലവിധിയാണ്. എനിക്ക് അങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് മാറ്റാനൊന്നും പറ്റില്ല എന്നല്ലേ? എളുപ്പമൊന്നുമല്ല. അത് എന്നെ കൊണ്ടൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഇത്രയും വലിയ വീരശൂര പരാക്രമിക്കാൻ ആര് പറഞ്ഞു പരാക്രമിയാന്ന്? അതൊക്കെ വെറുതെ സ്ക്രീനിൽ മാത്രമല്ല, ഓൺ സ്ക്രീൻ അല്ലേ, ഓഫ് സ്ക്രീൻ ഞാൻ അങ്ങനെയൊന്നുമല്ല. ആണോ? ഭയങ്കരമായിട്ട് നമ്മള് ഭയങ്കര ഇമോഷണൽ ആണ് ഞാൻ. ആണല്ലേ? അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ അത് മാത്രല്ല ലൈക്ക് എന്താണ് ഇങ്ങനെയൊക്കെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഉള്ളിൽ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സമ്മർ ഇൻ ബെത്ലഹേമിലെ ആമിയുടെ ക്യാരക്ടർ കണ്ടിട്ടില്ലേ, അതുപോലെയാണ്. അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊരു രണ്ടിന്റെ കൂടി ഒരു കോംബോ ആണ്. പുറമേക്ക് കാണുമ്പോൾ ആളുകൾ ഇങ്ങനെയാണ് പറയാം, നിലപാടുകളുടെ രാജകുമാരി. ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഇൻസ്റ്റാ പോസ്റ്റ് അതാണ്. നിലപാടുകളുടെ രാജകുമാരി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടി മോങ്ങണ പോലെ മോങ്ങായിരിക്കും. ഈ എപ്പോഴും അറിയില്ലേ, ഏറ്റവും അധികം മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നടത്തുന്ന ആളുകൾ ഭയങ്കര ഇമോഷണലി അപ്സെറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അവർ ബാക്കി എല്ലാവരും നിനക്ക് പറ്റൂടാ, കൈയടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ അങ്ങനെ കരയും. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എപ്പോഴും ഇമോഷണലി ഭയങ്കരമായിട്ട് വൾണറബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അവർക്കേ മറ്റുള്ളവരെ ഹൃദയത്തിൽ തൊടുന്ന പോലെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ആളല്ല ഞാൻ. അതായത് റിയൽ ലൈഫ് രണ്ടും രണ്ടാണല്ലോ. അതെ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് മേ ബി എന്താ റിയൽ ഇങ്ങനെ വന്നോ, എന്ത് വെള്ളം വന്നോ, അങ്ങനെ പറയാൻ പറ്റില്ല. റിയൽ ലൈഫിൽ അത് പറ്റില്ല. കാരണം നമ്മൾ ഈ എന്താ പറയാ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്നൊക്കെ ഇപ്പൊ നല്ലൊരു അടിപൊളി ഡോക്ടറാന്ന് വിചാരിക്കുക. ആള് ഭയങ്കര എന്താ പറയാ ഈ കാർഡിയോ, അതായത് ഹാർട്ടിന്റെ സർജൻ ആണെന്ന് വിചാരിക്കും. ആളുടെ മുന്നിൽ പക്ഷേ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നത് സ്വന്തം മോളാണെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ആ നേരത്ത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഭയങ്കരമായിട്ട് വൾണറബിൾ ആവും, നമ്മളിങ്ങനെ വിറയ്ക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്യൂ വരുമ്പോൾ നമുക്ക് എന്തായാലും വേറൊരാളുടെ ആവശ്യം വേണ്ടി വരും. അതൊരു ബെസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേൾക്കാൻ ഒരാൾ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു, നമ്മളെ കേൾക്കാൻ പറ്റുന്ന, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ എല്ലാവരുടെ ജീവിതത്തിലും വേണം. അങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരാൾ, അതെല്ലാവർക്കും ആവശ്യമാണ്. അതിപ്പോ ഫ്രണ്ട്ഷിപ്പിലും ആവാം, റിലേഷൻഷിപ്പിലും ആവാം അല്ലേ? ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അത് നമ്മുടെ ഫാമിലിയിലും ആവാം. എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മ ഇപ്പം ഇല്ല, 2010 മരിച്ചു. അപ്പം ഞാൻ വളർന്നതൊക്കെ അമ്മാമ്മയുടെ കൂടെയാണ്, വളർത്തിയതൊക്കെ അമ്മാമ്മയാണ്. അമ്മയുടെ അമ്മ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, മോശകാര്യത്തിനൊന്നും അമ്മാമ്മയ്ക്ക് ഉത്തരവാദിത്തമില്ല കേട്ടോ, പാവമായിരുന്നു. നല്ലൊരു കാര്യം ഞാൻ പറയാണ്, കാരണം അമ്മാമ്മ ഇല്ല ഇപ്പോൾ. അമ്മാമ്മയാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ അമ്മാമ്മയുടെ കാര്യം പറയുമ്പോഴേക്കും മറ്റേ 1000 കണ്ണുമായി പാട്ടൊക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. ആളാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. ആ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എന്നിലുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദി എൻ്റെ അമ്മാമ്മയാണ്. അതെ. എന്തിനൊക്കെ ചിരിക്കണം? റിലേഷൻഷിപ്പില് നമുക്കിനി റിലേഷൻഷിപ്പിലേക്ക് വരാം. ആയിക്കോട്ടെ. അതാണല്ലോ നമുക്ക് കുറച്ചും കൂടി എനിക്കറിയാവുന്നതും ടീച്ചർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതും കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നതും വർഷയ്ക്ക് കുറച്ചും കൂടി അഡ്വൈസ് കിട്ടേണ്ടതും. അതെ. ഇനിയിപ്പോ ഞാൻ റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ല, അത് വേണ്ട, അതിനല്ല ഞാൻ പറഞ്ഞത്. അത് കുറച്ചുകൂടി അറിയാലോ, നമുക്ക് കുറച്ചും കൂടി. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള എല്ലാവരും, എന്റെ പ്രായം എന്നല്ല മിക്ക ആളുകളും എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ പേരിൽ ഇപ്പോഴും കുറെ ഡിപ്രഷൻ. നിങ്ങളുടെ പ്രായക്കാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ പ്രായക്കാർക്കും റിലേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിലേഷൻഷിപ്പിന്റെ പേരിൽ കുറെ ട്രോമ അനുഭവിക്കുന്നവരാണ് ആണല്ലോ. അപ്പൊ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഒരു ടോക്സിസിറ്റി കണ്ടെത്തുക? സത്യം പറഞ്ഞാൽ ഒരാൾ ടോക്സിക് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് കുറേ സമയം എടുക്കും. കാരണം നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പോഴേ ആദ്യത്തെ ഒരു 6 മാസം ഹണിമൂൺ പീരീഡ് എന്നാണ് പറയാം. അത് ഇറ്റ് മേ വേരി.
ചില ആളുകൾ ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ പോകും, അങ്ങനെയൊക്കെ. എന്തായാലും ആദ്യത്തെ 6 മാസം ഹണിമൂൺ പീരീഡ് ആണ്. ആ സമയത്ത് നമുക്ക് മറുഭാഗത്തുള്ള ആളെ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ആളായിട്ട് തോന്നും. അവർ അനങ്ങുന്ന ഓരോ മൊമെന്റ്സ്, വാവ് എന്ത് അടിപൊളിയാണ് എൻ്റെ ഏട്ടായിനെ കാണാൻ. പിന്നെ മണിക്കൂറുകളോളം കണ്ണിൽ തന്നെ നോക്കിയിരുന്ന് സംസാരിക്കാനൊക്കെ തോന്നും. ഇപ്പോൾ പെട്ടെന്ന് സപ്പോസ് വർഷം ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കും, അല്ലെന്ന് എനിക്കറിയാം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു രീതിയിൽ വർഷയുടെ അടുത്ത് ഏട്ടായി വിളിച്ചിട്ട് പറയാണ്, വർഷ ആ ഡ്രസ്സിന്റെ 2 ബട്ടൺസ് തുറന്നു എടുക്കാണല്ലോ, അതൊന്ന് നീ അത് കൊടുക്കും വരെ കിട്ടേ എന്ന് ചോദിച്ചാൽ എന്താ തോന്നുക? ശരിക്കും ഞാൻ ഇടില്ല, ഇനി വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇടാം. അപ്പൊ എന്താ വെച്ചാൽ നമുക്കപ്പോ തോന്നാം, ഓ ഏട്ടായി എന്തൊരു കെയറിംഗ് ആണ് എന്ന് തോന്നും. ഇതേ സാധനം തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും, പിന്നെ ഇവൻ ആരെന്റെ കാര്യം അന്വേഷിക്കാൻ, എന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഫ്രീഡം ആണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇടുന്നു പറയും. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലുള്ള ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടിയാലേ നമ്മൾ ഉറക്കം ഉണരുള്ളൂ, ഇവരുടെ ഗുഡ് നൈറ്റ് മെസ്സേജ് കിട്ടിയാലേ നമ്മൾ ഉറങ്ങുള്ളൂ. ഏതാണ്ട് ഉറക്കവിളിക്ക് കിട്ടുന്ന പോലെയാണ്. ഇവർ ഓൺലൈനിൽ പിന്നെയും കണ്ടു കഴിഞ്ഞാൽ എന്താ ഏട്ടായി ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു വല്ലാത്തൊരു മൂഡിലാണ്. പക്ഷെ ഇതേ വ്യക്തി തന്നെ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങും, ഇത് അത്ര അങ്ങോട്ട് ശരിയല്ലല്ലോ, വല്ലാണ്ട് കലിപ്പൻ്റെ കാന്താരി ആവുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നി തുടങ്ങും നമുക്ക്. ഓവർ പൊസസീവ്നെസ് ഒക്കെ ഇവർ കാണിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി തുടക്കത്തിലെ നമ്മുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല, നമ്മളങ്ങനെ സ്ലിപ്പ് ചെയ്ത് പൊത്തോന്ന് വെച്ചാൽ അങ്ങോട്ട് വീഴുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റാണ് നമ്മൾ റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ പറയും, അന്നും ഞാൻ ഇതൊക്കെ തന്നെയാണോ ചെയ്തത്, അന്ന് നീ ഇത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം നിനക്ക് ഇപ്പം എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്ന് ചോദിക്കും. ബൗണ്ടറി നമ്മൾ ബിഗിനിങ്ങിലെ സെറ്റ് ചെയ്യാൻ മറന്നത് കൊണ്ട് പിന്നീട് അത് ടോക്സിക് ആയിട്ട് മാറും. അപ്പോൾ ഈ ടോക്സിസിറ്റി തിരിച്ചറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു വല്ലാത്തൊരു ഫാസിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്നാൽ മാത്രമേ അയാൾ ടോക്സിക് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണോ റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ നമുക്ക് പൊസസീവ്നെസ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവും അല്ലേ, അപ്പൊ അത് കുറച്ചുകൂടി കൂടും, അതിനൊരു അളവിൽ കൂടുമ്പോഴാണ് അത് അതെ പ്രശ്നമാണ്. അതായത് പൊസസീവ്നെസ് ഒക്കെ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ബിലോങ്ങിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. പൊസസീവ് എന്നുള്ള വാക്കല്ല ആക്ച്വലി. നമുക്കൊരു സാധനം ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു പോട്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചു, ഞാനത് ബിലോങ് ചെയ്യാണ്, അപ്പൊ അത് ഞാൻ എൻ്റെ ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇത് ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ ആയിട്ട് എടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. അതായത് ഇപ്പോൾ സ്വർണ്ണക്കൂട്ടിൽ അടച്ച തത്ത പോലെയാവും അവര്, ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ അതിനോട് ആ തത്തമ്മോട് പറയണം, നിനക്ക് ഞാൻ ഫുഡ് തരാം, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നീ അത് തിന്നാൻ പാടുള്ളൂ, വേറൊരാൾ തന്ന ഫുഡ് നീ കഴിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് വരാണ്. അപ്പോൾ ഈ പറയുന്ന പൊസസീവ്നെസ് ആയാലും എന്ത് തന്നെയാണെങ്കിലും അമിതമായാൽ അമൃതും വിഷം എന്നുള്ളതാണ്. നമ്മളൊരു റിലേഷൻഷിപ്പിലായി, അതിൽ നിന്ന് നമ്മൾ ബ്രേക്കപ്പ് ആയി, എന്ത് റീസണിലോടായാലും ബ്രേക്കപ്പ് ആയി, പിന്നെ നമുക്ക് ആ ബ്രേക്കപ്പ് നമ്മൾക്ക് ലൈക്ക് മാറാൻ പറ്റുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യും, ശരി എനിക്ക് വേറൊരു ബന്ധത്തിൽ പോകണം. ഇത് അങ്ങനത്തെ ഒരു പരമവിഡിത്തം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം തന്നെ വിഡിത്തമാണ്. കാരണം നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലായാലും ഒക്കെ നമുക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരാൾ മരിച്ചു എന്ന് തന്നെ വിചാരിക്കും. ആ മരിച്ചത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ കുറച്ച് കാലം. അയാളിപ്പോൾ ഞാൻ പറയണം, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരിച്ചു, അയാൾ മരിച്ചിട്ട് അയാൾക്ക് പകരം നമ്മൾ വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ നോക്കി എങ്ങനെയിരിക്കും. അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വലിയൊരു മുറിവ് വരുന്ന പോലെയാണ്. ആ മുറിവ് ഉണങ്ങാനായിട്ട് കുറച്ച് കാലം എടുക്കും. ആ മുറിവ് ഉണങ്ങണേക്കാളും അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ 2 കാരണങ്ങൾ കൊണ്ടാണ് വേറെ റിലേഷനിലേക്ക് പോവുക. ഒന്ന്, മറ്റേ കാണിക്കാനായിട്ട്, നീ ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണല്ലോ, എനിക്ക് വേറെ റിലേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്. മറ്റേത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, ഞാൻ ഓക്കെയാണ്, അതായത് എൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല അവൻ പോയത്. നമുക്ക് പലപ്പോഴും പല തോന്നൽ വരും, നമ്മൾ ഓക്കെ അല്ലാത്തത് കൊണ്ടാണോ അവൻ പോയത്, അതായത് ഞാനിനിയിപ്പോൾ സ്നേഹിക്കാൻ കൊള്ളില്ലേ അതുകൊണ്ടാണോ പോയത് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് സ്വയം ഡൗട്ട്ഫുൾ ആവും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ റിലേഷനിൽ പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷനാണ്, മറ്റേ ആൾക്ക് കുശുമ്പും തോന്നും. ഈ 2 കാര്യത്തിനായാലും പുതിയ റിലേഷനിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം വരാം. കാരണം മറുഭാഗത്തുനിന്ന് അവർ നമുക്ക് തന്നിട്ടുള്ളൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ കുറേ മാസങ്ങളും വർഷങ്ങളും എടുക്കും. കുറേ നാൾ നമ്മൾ ഒരാളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്നിച്ചു പോയതല്ലേ. അപ്പോൾ അവരുടെ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഒരു പുതിയതായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പോയി, ചായ നല്ലോണം പൊള്ളുന്ന ചില്ല് ഗ്ലാസ്സിലൊരു ചായ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കും. മുമ്പത്തെ റിലേഷൻഷിപ്പിലുള്ള ആൾ ചിലപ്പോൾ മോളൂസിനെ അത് ആറ്റി തരാറുണ്ടാവും. ഈ പുതിയ റിലേഷനിലുള്ള ആൾ അത് ആറ്റിയൊന്നും തരുന്നില്ല, അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോകും, മറ്റേ ചേട്ടനായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ആ പഴയ മെമ്മറിയൊക്കെ മാഞ്ഞു പോകാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ വീഴുന്നത് വലിയ കുഴിയിലേക്കായിരിക്കും. ഇതിട്ട് സക്സസ് ആവില്ല, മറ്റേ നമ്മൾ ഓവർകം ചെയ്യൂല.